ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കല്യാണിയും കാർത്തികയും കൂടിയിട്ട് പ്രകാശൻ അങ്ങനെ ഹാപ്പി ആവാണ്. ശേഷം വീട്ടിലേക്ക് വരുമ്പോഴേക്കും കിരണിനെയും കല്യാണിനെയും കാത്തിരിക്കുന്നത് വലിയൊരു ടാസ്ക് ആണ്. നമ്മുടെ താരയുടെ സ്വഭാവത്തിൽ എന്തോ വലിയ മാറ്റം പോലെ. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് താരയുടെ വീട്ടിലേക്ക് പോവാട്ടോ. കാരണം കൺമണി മോൾ എടുത്തോണ്ട് താര വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ കല്യാണി ചോദിക്കണ്ട് കുഞ്ഞെവിടെയും ചോദിക്കുമ്പോൾ താരം ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് മുകളിൽ നിന്ന് കുഞ്ഞെ കരച്ചിൽ കേൾക്കുന്നത്. അത് കേൾക്കുന്നത് കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ കുഞ്ഞെ നമ്മുടെ കരച്ചിലൊക്കെ കേട്ട് സംസാരം കേട്ടൊക്കെ മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മുകളിൽ പോയിട്ട് കുഞ്ഞിനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണി മുകളിലേക്ക് ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും താരം ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ വേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ തടയുന്നുണ്ട് കേട്ടോ. കല്യാണിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശേഷം എന്താ ആന്റി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയാണ്. അങ്ങനെ കല്യാണി മുകളിലേക്ക് കയറി പോവാണ്. മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും കിരണിനെ താരന് ഭയങ്കര സംശയമാട്ടോ. കിരൺ താരയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ താര ഇങ്ങനെ വെപ്രാളം കാണിക്കുകയാണ്. അപ്പൊ കിരണിനെ കാര്യം മനസ്സിലായി മുകളിൽ ആരോ ഉണ്ടെന്ന് കാണാൻ. കിരൺ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു സരിയുവിന്റെ ചെരുപ്പ്. അതുകൊണ്ട് തന്നെ കിരൺ മുകളിലേക്ക് കയറി പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ കുഞ്ഞ് കട്ടിലേക്ക് കടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിങ്ങനെ കരഞ്ഞിട്ടും താരാന്റെ എന്ന നിലത്ത് വന്ന് നിൽക്കുന്നതെന്ന് ഇങ്ങനെ കല്യാണിയും കിരണും ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ടോ. ഹോ, കുഞ്ഞെന്തൊരു കരച്ചിലാണ്, എന്ത് പറ്റിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കണൊക്കെ ഉണ്ട്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, കല്യാണി താരാന്റെ കുഞ്ഞിവിടെ നിർത്തിയിട്ട് ഒറ്റക്ക് നിലത്തേക്ക് പോവില്ല. അപ്പൊ ഇവിടെ വേറെ ആരും ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. വേറെ ആരും ഉണ്ടാവാനാ എന്ന് ചോദിക്കുമ്പോഴേക്കും വേറെ ആരും, കുഞ്ഞിന്റെ അമ്മ തന്നെ. എന്നിട്ട് അവൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ നിക്കെന്ന് പറഞ്ഞിട്ട് പതുക്കെ കിരൺ ബാത്റൂമിന്റെ വാതിലിനെ തള്ളി തുറക്കുമ്പോ അവിടെ സരു ഇങ്ങനെ നിൽക്കുവാട്ടോ. സരുവിനോട് കിരൺ ചോദിക്കണ്ടോ, ഓഹോ അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അകത്ത് പുറത്തേക്ക് വാ എന്ന് പറയുമ്പോ സരു പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ കല്യാണി പറയണ്ടേ, നീ ഇവിടെ ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്? നീ എന്താ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരാത്തത്? നിന്നെ അന്വേഷിച്ച് 2-3 ദിവസമായിട്ട് കിരണും അതുപോലെ തന്നെ കിരണിന്റെ അച്ഛനും അതുപോലെ തന്നെ അവരുടെ ആൾക്കാരൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സരിയോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. കിരൺ പറയേണ്ടത്, കല്യാണി നിനക്ക് കാര്യം മനസ്സിലായില്ലേ? എന്താണ് സരുവിന് മറ്റുള്ള മുഖത്ത് നോക്കാനായിട്ടുള്ള എന്തോ ഒരു മടിയുണ്ട്. അതുകൊണ്ടാ സരു സ്വന്തം അമ്മേനെ അംഗീകരിച്ചും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ മറ്റുള്ളവർ മുമ്പിൽ വരാൻ ഒരു മടി. അതുകൊണ്ട് അവൾക്ക് കുഞ്ഞിനെ കാണാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല സരു, നീ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നാലും താരാന്റി ആള് കൊള്ളാം. ഞാനും എന്റെ അച്ഛനൊക്കെ സരുവിനെയും അതുപോലെ തന്നെ അന്വേഷിച്ച് നടക്കണ കാര്യം താരാന്റിക്ക് നന്നായിട്ട് അറിയാലോ. മാത്രല്ല ഇവളെ ഇത്രയും നാള് വളർത്തി വലുതാക്കി ഇവളെ സ്വന്തം മോളായിട്ട് കണ്ട ഷാരി ആന്റി വീട്ടിലുണ്ട്. അവരുടെ വിഷമം താരാന്റി കണ്ടതാണല്ലോ. എന്നിട്ട് എങ്ങനെയാ താരാന്റിക്ക് ഇങ്ങനെ സ്വാർത്ഥയാവാൻ സാധിച്ചത്? താരാന്റി സ്വന്തം മോള് സ്നേഹിക്കുന്നില്ല, സ്വന്തം മോള് അടുപ്പിക്കുന്നില്ല എന്ന കാരണം എന്തുമാത്രം വേദനിച്ചതാണ് താരാന്റി. അതുപോലെ തന്നെ ഒരു അമ്മയല്ലേ ഷാരി ആന്റി. അവരും അവരെന്തൊക്കെ ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിലും പോട്ടെ, അവര് താരാന്റിയുടെ എന്ത് ക്രൂരതയാണ് കാണിച്ചത്? അവരുടെ ഭർത്താവ് രാഹുലിലെ ക്രൂരത കാണിച്ചത്. അവര് സത്യം പറഞ്ഞ താരാന്റിയുടെ ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാ അവരിത്രയും നാൾ വളർത്തി വലുതാക്കിയ മോളിൽ നിന്ന് അകറ്റി നിർത്തിയത്? അവർ ഊണുമില്ല ഉറക്കമില്ല, അത് 2 ദിവസം കരഞ്ഞോണ്ട് കരച്ചിലാണ്. എന്നിട്ട് അവരുടെ വിഷമം എന്താ താരാന്റിക്ക് കാണാൻ സാധിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ താരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടനെ കാര്യം മനസ്സിലായില്ലേ? സ്വന്തം മോള് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ താരാന്റി പതുക്കെ മാറാൻ തുടങ്ങി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളെ പോലും വലിയ മൈൻഡ് ഒന്നും ഇല്ല താരാന്റിക്ക് എന്ന് പറയാണ്. താരപ്പ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോ സരിയോ പറയുന്നുണ്ട്, അതെ കിരൺ, കല്യാണി നിങ്ങൾ അമ്മേനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞിട്ടാ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്. ഓ, അപ്പൊ അതിനൊക്കെ ഇവരെ അമ്മ എന്നൊക്കെ വിളിക്കാൻ അറിയാല്ലേ? അല്ല, നിനക്ക് ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നല്ലോ ഇവരെ അമ്മ എന്ന് വിളിക്കാൻ എന്ന് കിരൺ പറയുമ്പോ കല്യാണി പറയണ്ട, കിരണേട്ടാ വേണ്ട, അവളെ ഒന്നും പറയണ്ട. അവളുടെ മാനസികാവസ്ഥ അറിയാലോ. വലിയൊരു തിരിച്ചറിവിനാണ് അവളിപ്പോ വന്നത്. അവൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഷോക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതിനുശേഷം നിനക്ക് എന്ത് സംഭവിച്ചു? നീ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മനോഹറിനെ കൊല്ലാൻ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പിന്നീട് നീ എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുമ്പോൾ സരിയു പറയുന്നുണ്ട്, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അതിനു വേണ്ടി മരിക്കാൻ വേണ്ടി ഞാൻ കടൽ തീരത്ത് പോവുകയും ചെയ്തു. പക്ഷെ എന്തോ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. കാലെടുത്ത് വെക്കുമ്പോഴേക്കും എനിക്ക് എന്റെ മോളുടെ മുഖവും അതുപോലെ തന്നെ ഈ അമ്മയുടെ മുഖമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോണ സമയത്ത് വെള്ളം പോലും കുടിക്കാൻ 10 പൈസ കയ്യിലില്ല. അങ്ങനെ നടക്കുന്ന സമയത്താണ് അമ്മേനെ കണ്ടത്. അമ്മേനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടൊന്ന് ഭക്ഷണം തന്നു. അതുപോലെ 2 ദിവസം കൊണ്ട് എനിക്ക് സ്നേഹിക്കാവുന്ന ഒരുപാട് സ്നേഹം എനിക്ക് എന്റെ അമ്മ തന്നു. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിവുണ്ട് എന്നൊക്കെ പറയാണ്. എന്തായാലും രണ്ടുപേരും ഇനി ഇവിടെ നിൽക്കണ്ട, ആ വീട്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോ സരിയു പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരുന്നില്ല കിരണേ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് പറ്റില്ല, നീയും വരണം, താരാന്റി വരണം. നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് താരേനെയും അതുപോലെ തന്നെ സരയുനെയും കൂട്ടിക്കൊണ്ട് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കിരണും കല്ലിനെയും വീട്ടിലേക്ക് പോകുക കേട്ടോ.
അങ്ങനെ സരയുവിനെ കാണുമ്പോൾ ഷാരിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ വിഷമമാകുന്നുണ്ട്. കാരണം സരയു ഇപ്പോ തന്നെയല്ല വളരെ സ്വന്തം അമ്മയായിട്ടുള്ള താരേനെയാണ് സ്നേഹിക്കുന്നതെന്നുള്ള സത്യം ഷാരിക്ക് മനസ്സിലായിട്ടോ. അതുകൊണ്ട് തന്നെ ഷാരിക്ക് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം 10-25 വർഷം ഷാരിയാണല്ലോ വളർത്തി വലുതാക്കിയത്. അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത്, പിന്നീട് കാണിക്കുന്നത് പുതിയ കഥാപാത്രം വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ബൈജു തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു എന്ന രീതിയിൽ കിരണും കല്യാണിയൊക്കെ സമാധാനത്തോടെ വീട്ടിലിരിക്കുകയാണ്. എങ്കിലും ഒരു ടെൻഷൻ ഉണ്ട്. കാരണം മനോഹറും വിക്രവും ഗംഗപ്രസാദും രാഹുലൊക്കെ ഇപ്പൊ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ ദീപയും മാത്രം വീട്ടിലുള്ളൊരു സമയത്ത് പെട്ടെന്ന് ഒരു ജീപ്പിലേക്ക് ചീറിപ്പാഞ്ഞ് ഒരാൾ വരുവാണ്. കുറച്ചു നേരം, അതായത് മുഖത്ത് ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. കുറച്ചു നേരം കല്യാണിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്, ദീപേനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് വിട്ടുപോകാട്ടോ. അപ്പൊ കല്യാണിക്കും ദീപക്കും വല്ലാത്തൊരു പേടിയും ടെൻഷനൊക്കെ വന്നിട്ട് ഇത് ആരാണിത്, വന്നിട്ട് ഓടിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അത് അപ്പൊ തന്നെ ചന്ദ്രസേനോട് കിരണിനോട് ഈ കാര്യം കല്യാണി പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനൻ പറയുന്നുണ്ട് ഇത് വേറെ ആരും ആയിരിക്കില്ല, ഒന്നില്ലെങ്കിൽ സരയു അഭിനയിച്ച് ചെയ്തൊരു വാടക കൊണ്ടേനെ വരുത്തിയേക്കണാണ്, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ എന്നൊക്കെ ചന്ദ്രസേനൻ പറയുമ്പോ കിരൺ പറയണ്ടേ അവളാവാൻ ചാൻസ് ഒന്നും ഇല്ല ചാ, അവളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, എന്നിട്ട് അവളെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയണില്ല, അവളാവാൻ ചാൻസ് കുറവാണ്. ഇനി പിന്നെ ജയിലിൽ കിടക്കുന്ന രാഹുല്, അയാളെ കാണാൻ വേണ്ടി പുറത്തുനിന്ന് ആരും വന്നിട്ടൊന്നുമില്ല, അല്ല ഗംഗപ്രസാദിന്റെ ആരെങ്കിലും ആണോ എന്ന സംശയം എന്ന് കിരൺ പറയുമ്പോഴേക്കും അപ്പോൾ രൂപ പറയുന്നുണ്ട് അതെ അത് തന്നെ ആവാനാ ചാൻസ്, അവന് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പിടിപാടൊക്കെ ഉള്ളതാണല്ലോ, ഇനി അവിടെ നിന്ന് വല്ല ഗുണ്ടയാണോന്നും അറിയില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ഈ ഗുണ്ടേനെ പിടിക്കാൻ വേണ്ടി തന്നെ കിരൺ 2 ദിവസം വീട്ടിലിരിക്കുകയാണ്. അത് 2 ദിവസം ഈ ഗുണ്ട വന്നിട്ട് പോകുന്നുണ്ട്, ജീപ്പിൽ പാഞ്ഞു വരും, കല്യാണിനെയൊക്കെ സൂക്ഷിച്ചു നോക്കും, അവിടെ നിന്ന് പോകും. അപ്പൊ അടുത്ത ദിവസം ഇയാളെ പിടിക്കാൻ വേണ്ടി തന്നെ കിരണും എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുവാട്ടോ, നമ്മുടെ ചന്ദ്രസേനൊക്കെ നിൽക്കുകയാണ്. ഇന്ന് എന്തായാലും അയാളെ ജീപ്പിൽ വരുമ്പോഴേക്കും അയാളെ എന്തായാലും പിടിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ അയാൾ വീണ്ടും ജീപ്പിൽ പാഞ്ഞു വരുമ്പോഴേക്കും ചന്ദ്രസേനും അതുപോലെ തന്നെ കിരണും കൂടി ഗേറ്റ് അടക്കുവാട്ടോ. അയാൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലെ ശേഷം അയാളെ കയ്യോടെ പിടിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ബൈജു ആണ്. ബൈജു അങ്ങനെ അടിമുടി മാറിയിട്ടോ, മുമ്പത്തെ പോലെ പൊട്ടത്തരോ അങ്ങനെ മന്ദബുദ്ധിത്തരോ ഒന്നും തന്നെ ഇപ്പൊ പറയുന്നില്ല. അത് മുമ്പ് ഒരുപാട് പൊട്ടത്തരവും അതുപോലെ തന്നെ ലുക്കിലൊക്കെ ആ ഒരു രീതിയിൽ അല്ലേ, അതായത് മുമ്പൊക്കെ ഈ സീരിയൽ തുടങ്ങുന്ന സമയത്ത് ചാന്തുപൊട്ടെന്നൊക്കെ രീതിയിൽ വിക്രമൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നില്ല, അപ്പൊ ആ രൂപത്തിൽ നിന്നൊക്കെ മാറി ശരിക്കും ബൈജു ഒരു ആണിന്റെ രൂപത്തിൽ, അതായത് പാന്റും ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ല സ്റ്റൈലിലൊക്കെ ചീവിയിട്ട് നല്ല ഗ്രാൻഡ് ലുക്കിൽ തന്നെയാണ് ബൈജു വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ബൈജുവിന് ഭയങ്കര സ്വഭാവത്തിലൊക്കെ മാറ്റം, ഭയങ്കരമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ബൈജു വേറൊരു ലെവലിൽ എത്തി കേട്ടോ, സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ബൈജുയുടെ മാറ്റത്തിന് ബൈജു ആണെന്ന് അറിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അതുമാത്രമല്ല ബൈജുവിന്റെ ഈ ഒരു മാറ്റത്തിന് പിന്നെ വേറൊരു കാരണമുണ്ട്, നമ്മുടെ കാർത്തിക. അതെ, കാർത്തികക്കും ഒരു വരനൊക്കെ വേണമല്ലോ, കാർത്തികക്ക് ഒരു ജീവിതം വേണം. അതുകൊണ്ട് തന്നെ ബൈജു ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കാർത്തികക്കുള്ള ഒരു കാർത്തികക്കുള്ള പാർട്ട്ണർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ബൈജു അല്ലെങ്കിൽ പുതിയൊരാള്, അതെന്തായാലും ശത്രു ഒന്നുമല്ല, മിത്രം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.